ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണല്ലോ, കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗൾ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാമേ. കണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അതിനോടൊപ്പം തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അതും കൂടെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ തോടോട് കൂടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. അപ്പോൾ അതുകൂടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തത്, അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാമേ. ഇതെല്ലാം ഒന്ന് വറുത്ത് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. നമ്മൾ നേരത്തെ തൈരിൽ ഉപ്പിട്ടിരുന്നു, ഇത് നമ്മൾ ആ കൂട്ടിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയിലേക്ക് ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി അളവ് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര കട്ടിക്കാണോ നമുക്ക് ഇത് കറി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എത്രത്തോളം ലൂസ് ആയിരിക്കണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. ചിലർക്ക് നല്ലോണം വെള്ളം ചേർത്ത് നല്ല വെള്ളമായിട്ട് ഇങ്ങനെ കറി ഒഴിച്ച് കഴിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് കട്ടിയോട് കൂടി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലേ? അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് മതിയോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പ് മതിയോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല, കുറച്ച് തൈര് മാത്രം മതി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനേ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടല്ലോ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മുളക് അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ മുളക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കും.